ലോകമെമ്പാടും ക്രിസ്മസ് രാത്രിയിൽ സാന്താക്ലോസിനെ കാത്തിരിക്കുന്ന കുട്ടികൾ നിരവധിയാണ്. ഇങ്ങ് നമ്മുടെ കേരളത്തിൽ പോലും സാന്ത ഇല്ലാത്തൊരു ക്രിസ്മസിനെ പറ്റി ചിന്തിക്കാൻ കഴിയില്ല. ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്മസ് അറിയപ്പെടുന്നതെങ്കിലും സാന്താക്ലോസിന് അതുമായി യാതൊരു ബന്ധവുമില്ല. ക്രിസ്മസ് രാത്രിയിൽ വരുമെന്ന് സങ്കല്പിക്കപ്പെടുന്ന ഒരു മിത്തിക്കൽ കഥാപാത്രം മാത്രമാണ് സാന്താക്ലോസ്. എങ്കിലും ഈ സങ്കല്പത്തിന് പിന്നിൽ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളുടെ ജീവിത കഥയുമായി ബന്ധമുണ്ട്. സെയിന്റ് നിക്കോളാസ്. ടർക്കിയിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ചെറുപ്പം മുതലേ വലിയ ദാനശീലനായിരുന്നു. കുട്ടികൾക്കും പാവപ്പെട്ട കുടുംബങ്ങൾക്കും അവരറിയാതെ സമ്മാനങ്ങൾ നൽകുന്നതായിരുന്നു നിക്കോളാസിന് താല്പര്യം. പിന്നീട് വൈദികനും ബിഷപ്പുമായി മാറി അദ്ദേഹം മരിക്കുന്നതുവരെയും ജനങ്ങളെ സഹായിച്ചിരുന്നു. ക്രിസ്മസ് രാത്രിയിൽ റെയിൻഡിയർ വണ്ടിയിൽ വരുന്ന സാന്ത കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വീടിന്റെ ചിമ്മിനിയിലൂടെ അകത്തേക്ക് ഇട്ടുകൊടുക്കും എന്നാണ് സങ്കല്പം. ആദ്യകാലങ്ങളിൽ സാന്തയുടെ രൂപം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പ്രത്യേകിച്ച് വസ്ത്രത്തിന്റെ നിറം അന്ന് കൂടുതലും പച്ച, നീല, ബ്രൗൺ നിറങ്ങളിലായിരുന്നു. എന്നാൽ അത് മാറ്റിയെടുത്തത് കൊക്കക്കോള എന്ന കമ്പനിയാണ്. ഒരിക്കൽ തോമസ് നാസ്റ്റ് എന്ന കാർട്ടൂണിസ്റ്റ് ഒരു കവിതയ്ക്ക് വേണ്ടി വരച്ച സാന്തയുടെ ചിത്രം കാലങ്ങൾ കഴിഞ്ഞ് 1931 കൊക്കക്കോള അവരുടെ തീമിൽ പരസ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും അത് വളരെ വേഗം പ്രചരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ രൂപത്തിലുള്ള സാന്തയെ ലോകം മൊത്തം സ്വീകരിക്കാൻ തുടങ്ങിയത്. ഇന്ന് ക്രിസ്മസ് എന്നത് ഒരു മതത്തിന്റെ ആഘോഷത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാവരും പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനുമുള്ള ഒരു അവസരമായി മാറിക്കഴിഞ്ഞു. അതിനെ ഈ രൂപത്തിൽ എത്തിക്കാൻ സഹായിച്ചതിൽ സാന്താക്ലോസിന്റെ പങ്കും വളരെ വലുതാണ്. Merry Christmas!